ഇന്ന് സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. കനേഡിയൻ ഡേ ആണെന്ന്. കനേഡിയൻ ഡേ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ പോലെ തന്നെ ഉള്ള ഒരു ദിവസമാണ്. കനേഡിയൻ ഇൻഡിപെൻഡൻസ് ഡേ ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ നമ്മുടെ കമ്പനി എല്ലാം കനേഡിയൻസിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടുള്ള ഡിന്നറും കുറേ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള സെലിബ്രേഷൻസ് ആണ് കനേഡിയന് വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇത് ഒത്തിരി പഴക്കമുള്ള വീഡിയോ ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. എൻ്റെ സ്ഥിരം വീഡിയോ കാണുന്ന ആളുകൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇതിൻ്റെ മുൻപത്തെയുള്ള ഭാഗങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഞാൻ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ റെഡ് ടീഷർട്ട് ഉണ്ടായിരുന്നു, അത് ഞാൻ മോൺട്രിയാലിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ മുൻപത്തുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും ചെയ്തില്ല. ഇത് ഞാൻ എടുത്തിട്ടിരിക്കുന്നത് സെൻറ്റ് ജോണിൽ നിന്നിട്ടുള്ള കേട്ടോ. ഈ ഒരു യെല്ലോ ലീഫൊക്കെ ഇല്ലേ, അതിൻ്റെ അടുത്ത് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതെല്ലാം ഞാൻ ആ വീഡിയോനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ജംഗ്ഷനിൽ നിന്ന് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബട്ടൺ പ്രസ് ചെയ്ത് നിൽക്കുന്നതും ഷോപ്പിംഗ് മോളിൽ കയറിയതെല്ലാം അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ ഈ പിങ്ക് ബസ് ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാത്ത ആളുകൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നിയില്ല. അപ്പോൾ എന്തായാലും ഞാൻ ആ ഷോപ്പിംഗ് മോളിലേക്ക് എൻ്റർ ചെയ്യുന്നിട്ടുള്ള ഒരു എസ്കലേറ്ററിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ വീഡിയോനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേ ഹലോവീൻ്റെ അന്നാണ് ഞാൻ പുറത്ത് പോയിട്ടുള്ളത് എന്ന്. അപ്പോൾ എൻ്റെ കൂടെയുള്ള കുട്ടിക്ക് അന്ന് രാത്രിയാകുമ്പോൾ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു ഹലോവീൻ പാർട്ടി. അവൾക്ക് ഇടാനുള്ള ഡ്രസ്സും കൂടെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ പോയത്. അപ്പോൾ ഇവിടെ നല്ല തണുപ്പാവുക കാരണം ഞാൻ നിവ്യേൻ്റെ ക്രീം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കാറ് കണ്ടപ്പോൾ അത് വാങ്ങണമെന്നുണ്ടായിരുന്നു. പിന്നെ അടിച്ച് പൊട്ടിക്കുന്നുണ്ട്, വാങ്ങിയില്ല എൻ്റെ മോൻ. പിന്നെ ഞാൻ ചോക്ലേറ്റ്, അതായത് നമ്മുടെ ആൽമണ്ട് ചോക്ലേറ്റ് വാങ്ങിയതെല്ലാം ഞാൻ വീഡിയോ കറൻസിയെല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ സ്ഥിരം വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം എൻ്റെ ഒരു ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് ഈ സ്റ്റാച്യൂസ് എന്ന് പറഞ്ഞാൽ. എവിടെ പോയാലും എനിക്ക് ഇതിനെ ചുറ്റിപ്പറ്റി നടക്കുക എന്നുള്ളതാണ് കേട്ടോ എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവം. അപ്പോൾ ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ ഓരോ കാര്യങ്ങളെ പറ്റി വ്യക്തമായി തുറന്ന് കാണിക്കുന്ന കുറേ സ്റ്റാച്യൂസാണ് കേട്ടോ. ആ ഷോപ്പിംഗ് സെൻറ്ററിൻ്റെ തന്നെ ബേസ്മെൻറ്റിലാണ് കേട്ടോ അത് ചെയ്തിരിക്കുന്നത്. എനിക്കെന്തോ ഈ ഒരു സ്റ്റാച്യു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരാൾ പത്രമൊക്കെ മറച്ചു വെച്ചിട്ട് നിൽക്കുന്നു കേട്ടോ. ഭയങ്കര എക്സിക്യൂട്ടീവ് ലുക്കിലാണ് കേട്ടോ ഇവിടുത്തെ എല്ലാവരും ആ ഒരു ഇതിനകത്ത് പ്രതിമയിൽ ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അവരുടെ കൂടെയൊക്കെ നിന്നിട്ടൊരു സെൽഫി പോലെയുള്ളൊരു ഫോട്ടോ എടുക്കാമെന്ന് വെച്ച് പോയതാണ് കേട്ടോ ഞാൻ. പക്ഷെ അത് വീഡിയോ ആയിട്ട് തന്നെ ഞാൻ എടുത്തു. അപ്പോൾ എനിക്കും ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ കനേഡിയയിൽ മാത്രമല്ല കേട്ടോ, എനിക്ക് ഏകദേശം ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും എനിക്കിപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ടുണ്ട്. കാരണം എൻ്റെ സ്ഥിരം വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും അറിയാം ഓരോ ദിവസവും ഓരോ രാജ്യങ്ങളിലൂടെയൊക്കെ പോകുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് എവിടെ നോക്കിയാലും ഒത്തിരി ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്ന ഒരാളായിട്ടാണ് കേട്ടോ അപ്പം ഞാൻ മുമ്പോട്ട് പോകുന്നത്. ഇതാണ് കേട്ടോ കനേഡിയയിലെ സ്പെഷ്യലായിട്ടുള്ള കനേഡിയൻ മാപ്പിൾ സിറപ്പ് ക്യാൻഡി. ഇത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞൊരു 10 എണ്ണമായിരുന്നു ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ മോന് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു മാപ്പിൾ സിറപ്പ് ക്യാൻഡി. അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ അവൻ മേടിച്ചിട്ട് വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോൻ്റെ മുൻപത്തെ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കാണാത്ത ആളുകൾക്കുണ്ടെങ്കിൽ അതിനകത്ത് കാണാം. ഇതിൻ്റെ ബാക്കി കുറച്ചും കൂടെ ബാലൻസ് ഭാഗം വരുന്നുണ്ട്, അത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം.